എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. ഇതാണ്ട് ഇന്ന് നമുക്ക് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് 6 സെൻറ്റ് സ്ഥലവും 1260 സ്ക്വയർ ഫീറ്റ് വീടും. പുതിയ വീടാണ് കേട്ടോ. പണികൾ ഫുള്ളും കഴിഞ്ഞിട്ടില്ല. ഇതാണ്ടോ ഇനിയിപ്പോൾ ഇതിൽ മുറ്റത്ത് കട്ട വിരിക്കാണ്ട്. 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അതുപോലെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചുറ്റും മതിൽ കെട്ടി സേഫ്റ്റി ആക്കിയ വീടാണ്. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഷീറ്റൊക്കെ ഇട്ട് തുണികൾ ഉണക്കാനോ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വണ്ടികളൊക്കെ നിർത്താം, റോട്ടിൽ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് നിർത്താം. വെള്ള സൗകര്യത്തിന് ഇപ്പോൾ ഇത് പൊതുവായിട്ടുള്ളൊരു ഓപ്പൺ കിണറുണ്ട് ഇവിടെ. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ചുറ്റും മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അടുത്ത് തന്നെ മുസ്ലിം പള്ളി ഉണ്ട്, ക്ഷേത്രമുണ്ട്. നല്ല കച്ചറമില്ലാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു ഏരിയയിലാണ് ഈ വീട്. അതായത് പാലക്കാട് ജില്ലയിൽ മങ്കര മാങ്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് കേട്ടോ. ആദ്യം തന്നെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അവിടുന്ന് ഇതാ മെയിൻ ഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ടോ. സീലിംഗ് ലൈറ്റും പാനൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വീടാണ്, പുതിയ വീടുമാണ്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ചില്ലറ വർക്കുകളൊക്കെയാണ് ഇതിൽ ബാലൻസ് ഉള്ളത്. ഇത് ഡൈനിങ് ഏരിയ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, അവിടെ 2 ബെഡ്റൂം, ലിവിങ് ഏരിയ ഉണ്ടല്ലേ, എല്ലാ സെറ്റിങ്സും കഴിഞ്ഞതാണ്. 2 ബെഡ്റൂം ഉള്ളത് 2 അറ്റാച്ച്ഡാണ് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ഡൈനിങ് ഏരിയ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, അവിടെ വാഷ് ബേസിനാണ്, പക്ഷെ അത് ഫിറ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ട് കേട്ടോ കോണിയുടെ സൈഡിൽ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. 2 ബെഡ്റൂം ഉള്ളത് 2 അറ്റാച്ച്ഡാണ്. അതുപോലെ എല്ലാ ഭാഗത്തും ഇലക്ട്രിക്കലായിട്ട് സിയുടെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട് ഈ വീട്ടിൽ. പിന്നെ എല്ലാ ഭാഗത്തും AC ഫിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഇതിലെ ബാത്റൂം, കണ്ടില്ലേ. യൂറോപ്യൻ ക്ലോസറ്റ് ഹെവി ടൈപ്പൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് കേട്ടോ. പാലക്കാട് പൊന്നാനി ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലേക്കുള്ള ദൂരം. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ 50 മീറ്റർ മാത്രം. ഇതാണ് ഇതിൽ 2ാമത്തെ ബെഡ്റൂം. കണ്ടോ, ബെഡ്റൂം നല്ല വലിപ്പം കണ്ടോ. ഈ ബെഡ് ഇട്ടിട്ടുള്ള സ്പേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും റൂമിൻ്റെ വലിപ്പം. പാലക്കാട് ടൗണിലേക്കൊക്കെ ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ദൂരമുള്ളൂ. ഇതാണ് ഇതിലെ ബാത്റൂം, കണ്ടോ. അതുപോലെ ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഇതുപോലെ തന്നെ 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. 18 കിലോമീറ്റർ 17 കിലോമീറ്റർ ഉണ്ടാവും പാലക്കാട്ടേക്കും ഒറ്റപ്പാലത്തേക്കും. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുക്കളയിലേക്ക്. ഇതാണ് അടുക്കളയുടെ എൻട്രൻസ്. അടുക്കള കണ്ടോ, എല്ലാ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞ് വൈറ്റ് ടൈലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് കണ്ടോ. അതിൽ തന്നെ മോൾഡായിട്ടുള്ള സ്റ്റൗവാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ അടുക്കളയിൽ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ കണ്ടോ, ഇതൊരു ഓപ്പൺ ഭാഗമാണ്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെ കണ്ട് സെർവ് ചെയ്യുക എളുപ്പമാണ്. ഇത് അടുത്തതൊരു വർക്ക് ഏരിയ. ഇവിടെയാണ് വിറകടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ ഇനി വർക്ക് ബാലൻസ് ഉള്ളത് ഒരു കിണർ ഇതിൽ കുഴിച്ച് തരും. പിന്നെ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് തരും. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ കൈവരി ഫിറ്റ് ചെയ്ത് തരും. ഈ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ വീടിന് വില കൊടുക്കേണ്ടത് 38 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ വില പറയുന്നത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ഇതല്ലേ, ഈ സ്റ്റെയർ കേസിൻ്റെ കൈവരി ഫിറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് തരും 38 ലക്ഷം രൂപ കൊടുത്താൽ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷ്യബിളാണ്. ഇനിയിപ്പോൾ മുകളിലേക്കൊക്കെ നമുക്ക് റൂമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ എടുക്കുക. കാരണം സ്റ്റെയർ കേസ് ഉള്ളിലാണ്. നല്ല വിശാലമായ നല്ലൊരു ഏരിയ കേട്ടോ. നല്ല സൈലൻ്റ് ഏരിയയാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.